ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ നമുക്ക് ആഡ്സിന് വേണ്ടി പേയ്മെൻറ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടിലാണ് ഞാൻ പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര എമൗണ്ട് ആണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആഡ്സിന് വേണ്ടി ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ആണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ലോഗോ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷനിൽ വരിക. ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. പ്രൊഫൈൽ സെക്ഷനിൽ വന്ന ശേഷം ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ഓപ്പണായി വരും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റേഴ്സ് ആൻഡ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണലാക്കുക, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് ആക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫോളോ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഒരു ക്രിയേറ്റർ അക്കൗണ്ട് ആക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ആക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും, ക്രിയേറ്റ് ടൂൾസ് ആൻഡ് കൺട്രോൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യണം. പേയ്മെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ആഡ് പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കാണും. അതുകൊണ്ടാണ് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് വിത്ത് എ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഫണ്ട് നിലവിലുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ ബാലൻസ്. അപ്പോൾ നമുക്കൊരു ആഡ് റൺ ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100 രൂപയെങ്കിലും വേണം ഒരു ആഡ് റൺ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് ഫണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചോദിക്കും. അപ്പോൾ ഇതിൽ 1000 ആണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. നിങ്ങളത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിനിമം ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 90 രൂപയെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 120 രൂപയാണ് ആഡ് ചെയ്യുന്നത്. ശേഷം 3 ഓപ്ഷനുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള UPIs നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം. ഞാനിവിടെ UPI വെച്ചാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ UPI ഓൾറെഡി സെലക്റ്റഡ് ആണ്. നിങ്ങൾക്ക് സെലക്ട് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ UPI ID എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ UPI ID എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ UPI ID വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 120 റുപ്പീസ് ഇതുപോലെ ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്നും ചോദിക്കുന്നുണ്ട്. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ പേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ അവിടെ ആ ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ച് വന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ ട്രാൻസാക്ഷൻ വാസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 120 രൂപ സക്സസ്ഫുള്ളി ആഡ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 120 രൂപ സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ടെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആഡുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 120 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ആഡ് അയക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.